സോ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എന്താ പറയാ, അവർ ചോറ് കഴിക്കണു, അവർ എന്താ പറയുക ഗീ കഴിക്കണു, ബനാന ചിപ്സ് കഴിക്കുന്നു, എന്ത് കഴിച്ചിട്ടും അവർ ഭയങ്കര ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയി ഒരുപാട് കാലം ജീവിച്ചു. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ ഷേക്ക്, സപ്ലിമെന്റ്സ്, ജിം, സാലഡ്സ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചിട്ടും നമ്മൾ സ്റ്റിൽ ടയേർഡാണ്, ബ്ലോട്ടഡ് ആണ്, നമ്മൾ എന്താ പറയുക, നമ്മൾ ചെറിയ വയസ്സിൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അല്ലേ. ലൈക്ക് ഹൗ ഡസ് ദാറ്റ് ഈവൻ മേക്ക് സെൻസ് എന്നുള്ളൊരു ഇതിലാണ് നമ്മളെല്ലാവരും എപ്പോഴും വണ്ടർ അടിച്ച് നമ്മൾ പറയുന്ന കാര്യം. സോ ഇൻ ടുഡേയ്സ് എപ്പിസോഡ് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു വ്യത്യാസം എന്താണ്, അവർ അന്ന് ജീവിച്ചിരുന്ന രീതിയിൽ നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്താൽ യാതൊരു വ്യത്യാസം വരുന്നില്ല, അത് നമുക്ക് വർക്ക് ആവുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചെറിയൊരു ഇൻസൈറ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. ജസ്റ്റ് എന്താ പറയുക, റിലാക്സ് ആയിരിക്കാം, നമുക്ക് ജസ്റ്റ് നമ്മുടെ കോമൺ തോട്ട്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, ആൻസെസ്റ്റേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പറയണ പോലെ അവരുടെ ലൈഫ് തന്നെ ആക്ച്വലി ഒരു മൂവ്മെൻ്റ് ആണ് അല്ലേ. ലൈക്ക് അവർ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അവരുടെ മണ്ണിൽ തന്നെ ഉണ്ടായ ആഹാരങ്ങൾ അവർ കഴിക്കുന്നു, അവർ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ ഉറങ്ങാൻ പോകുന്നു, നാച്ചുറലി അലാം ക്ലോക്കൊന്നും ഇല്ലാണ്ട് അവർ എണ്ണിക്കുന്നു, അവരുടെ റിതം, അവരുടെ നാച്ചുറൽ റിതം ആൻഡ് എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ട് അവർ പോകുന്നു. ആൻഡ് അവരുടെ സ്ട്രെസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഡെഫിനറ്റ്ലി ഫിസിക്കലി അവർക്ക് എന്താ പറയുക, ഫിസിക്കൽ സ്ട്രെസ് അവർക്ക് ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷെ അവർ മെൻ്റൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആൻഡ് ജോളി, അവർ അന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു പണ്ടുള്ള ആൾക്കാർ. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് ഒരു സിനാരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് കൂടുതലാണ്, കൂടുതൽ നേരം ഇരുന്നുള്ള ഇതാണ്. നമ്മുടെ ബോഡി എത്രത്തോളം അനങ്ങുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വേണ്ടാത്തപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, കൂടുതലും നമ്മൾ ഓർഡർ ചെയ്യുന്നു, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാത്തിനും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നു, നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കുന്നു, ഇല്ലെങ്കിൽ പാക്കേജ് ഫുഡ്സ്, അങ്ങനെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി മെസ്ഡ് അപ്പ് ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ രീതിയിൽ ഞാൻ കഴിക്കും, പക്ഷെ അത് എന്നിൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു വാശിയല്ലേ അപ്പം നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം. സി, അവർ കഴിക്കുന്ന രീതി, അതായത് ചോറ്, അരി, ചപ്പാത്തി ഇല്ലെങ്കിൽ അരി ആഹാരങ്ങളൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ സെയിം രീതിയിൽ കഴിച്ചാൽ നമുക്കത് നമ്മുടെ എന്താ പറയുക ഗുണത്തിനെക്കാട്ടിലും ദോഷമാണ് ആക്ച്വലി അത് ചെയ്യാൻ പോണേ. ആൻഡ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം മോശമാണ് നമ്മുടെ ആരോഗ്യത്തിന് എന്നല്ല. കാർബോഹൈഡ്രേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് റൈസ് ആൻഡ് ഇത് ഒഴിവാക്കണം, അത് പണ്ടത്തെ ആൾക്കാർ അത് കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ അത് കഴിക്കാൻ പാടില്ല, സാലഡ്സ് കഴിക്കണം എന്നല്ല. കാർബോഹൈഡ്രേറ്റ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു സാധനമാണ് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് എനർജി, നമ്മുടെ ബോഡിയുടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ബ്രെയിൻ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോർമോണൽ ബാലൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹൗ മച്ച് ആൻഡ് എപ്പോൾ എങ്ങനെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മുടെ ബോഡിയുടെ ആവശ്യം അനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ് വളരെ ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാര രീതിയിലേക്ക് പോവുക. പ്രോപ്പറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആഹാര രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് സംഭവം. ആൻഡ് മെയിൻ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അവരത്ര കഴിച്ചിരുന്നു എങ്കിലും അവരുടെ എനർജി യൂസ്ഡ് ആവുന്നുണ്ടായിരുന്നു, അവരുടെ ബോഡി മൂവ്മെൻറ്റ് അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും കഴിച്ച് നമ്മൾ ശരീരം അനങ്ങാണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന ജോലിയിലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി എത്രത്തോളം അനങ്ങുന്നുണ്ട്, ആ എനർജി യൂസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എന്ത് ആഹാരം നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ആക്ടിവിറ്റി ലെവൽ, നമ്മുടെ ഗോൾ, സ്ലീപ്പ്, സ്ട്രെസ് ലെവൽ, നമ്മുടെ ബോഡിയുടെ ആവശ്യം എന്താണെന്ന് അനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പ്രശ്നം നമ്മൾ കഴിക്കുന്ന ട്രഡീഷണൽ ഫുഡിലോ കാര്യത്തിലോ ഒന്നല്ല. സി, ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ നമ്മൾ ഭയങ്കര കുറ്റപ്പെടുത്തി, ഇല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി, ഇല്ലെങ്കിൽ പല ട്രെൻഡുകൾ ഫോളോ ചെയ്തതിന് പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവെയർനെസ്. വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം, നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ മെന്റൽ ഹെൽത്തിന് എന്താണ് ആവശ്യം, എല്ലാം കൂടെ സിങ്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രോപ്പർ ധാരണ വേണം. അല്ലാണ്ട് നമ്മൾ കൂടുതലും എക്സ്ക്യൂസസ് ആണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാക്കുന്നത്. ആ പണ്ടുള്ളവർ ഇങ്ങനെ കഴിച്ചില്ല, അതുകൊണ്ട് ഇപ്പം എന്താ ഇപ്പം കഴിച്ചാൽ അവരിങ്ങനെ കഴിക്കണു, അതുകൊണ്ട് എന്താ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അവർ ഒരുപാട് കാലം ജീവിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചിന്തിച്ചാൽ മതി, അവർ ജീവിച്ചിരുന്ന രീതിയിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. അവരുടെ രീതിക്കുള്ള രീതിയിൽ അവർ ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ രീതികളൊക്കെ വേറെയാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് നമുക്ക് അവരുടെ ഫുഡ് കഴിക്കണം,
പക്ഷെ നമ്മളെ രീതികൾ നമ്മൾ മാറ്റാൻ റെഡി അല്ല, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ടൈം കണ്ടെത്തിയേ പറ്റുള്ളൂ. നമ്മൾ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാനാണെങ്കിലും നമ്മുടെ എക്സസൈസ് നോക്കാനാണെങ്കിലും ബോഡി മൂവ്മെൻറ്റ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻ്റ്. അത് എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് രീതിയിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എക്സസൈസിനെ പറ്റി ഞാൻ വേറെ സംസാരിക്കാം, പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ ബോഡി അനങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഉറങ്ങുക, സമയത്തിന് ഉറങ്ങുക, ഡീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക. സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ, ജേർണലിംഗ്, എന്താണോ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്നത് ആ കാര്യങ്ങൾക്ക് നോക്കുക. ഈറ്റ് നറിഷ്ലി, ലൈക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കാൻ നോക്കുക. കാരണം നമുക്ക് ഒന്നും അവോയ്ഡ് ചെയ്ത് ഒരു ഫുഡ് ഐറ്റം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ നമുക്ക് കിട്ടില്ല. അപ്പം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് സി, ഇതൊരു കോമൺ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കൺഫ്യൂഷനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. എനിക്കും ഇത് എപ്പോഴും ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അതൊക്കെ വെറും തെറ്റാണ്, അതൊക്കെ ഒരു മിത്താണ്. നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മുടെ കറണ്ട് ലൈഫ് എന്താണ്, കാലം മാറുന്ന അനുസരിച്ച് എല്ലാവരും മാറുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും സ്റ്റക്കാണ്. ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്പ്. ഇങ്ങനത്തെ ഈ ഒരു അവയർനെസ് ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മെയിൻ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇന്ന് എന്താണ് കഴിക്കേണ്ടതിൽ, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളതിന് മുന്നേ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓക്കെ ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. സോ see you in the next episodes. Till then, it's Para Self and Dr. Sana Sainuddin signing out.